ാണ് മുന്നിട്ട് നിൽക്കുന്നത്. ആ രീതിയിലാണ് ആലപ്പുഴയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കാണുന്നത്. എന്തായാലും ഇനി കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയവും വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല തന്നെയാണ്. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ജില്ല എന്ന രീതിയിൽ തന്നെ കോട്ടയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജോസഫിന്റെ വിഭാഗവും തമ്മിൽ മത്സരിച്ച് ശക്തമായ മത്സരം നടന്ന ഒരു സ്ഥലം. അതോടൊപ്പം തന്നെ LDFന് കഴിഞ്ഞ തവണ വലിയ രീതിയിൽ തന്നെ തദ്ദേശത്തിൽ വലിയ മേൽക്കൈ നേടിയ ഒരു ജില്ല എന്ന രീതിയിൽ തന്നെ വരുന്നു. 5 വർഷത്തിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ വലിയ ആധിപത്യം അവിടെ UDF എന്നതാണ് പറയേണ്ടത്. ഗ്രാമപഞ്ചായത്തുകളിൽ 462 സീറ്റുകളിലാണ് അവിടെ UDF ജയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 90 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ സ്വർണ്ണപ്പാളി കേസ് ജയിലിൽ കഴിയുന്ന A. പത്മകുമാറിന്റെ വാർഡ്, അതായത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ A. പത്മകുമാറിന്റെ വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പന്തളം നഗരസഭയിൽ NDAക്ക് ഒരു ചെറിയ തിരിച്ചടിയൊക്കെ നേരിട്ടു എന്ന് പറയുമ്പോഴും ഈ ഒരു വിജയം ഏറെ സുപ്രധാനമാണ്. A. പത്മകുമാറിന്റെ വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. നമ്മൾ പത്തനംതിട്ടയിലേക്ക് ഒന്ന് പോകുന്നു. പ്രസാദ് MJ ഉണ്ട് അവിടുന്ന് വിവരങ്ങളുമായി. പ്രസാദെ, പന്തളം നഗരസഭയിലെ NDAയുടെ ആ തേരോട്ടത്തെ ഇടംകാലിട്ട് വീഴ്ത്തിയിരിക്കുകയാണോ UDF? ഇപ്പോഴും UDF തന്നെയാണോ പന്തളം നഗരസഭയിൽ മുന്നിൽ? അതെ കാളിദാസ, ഞങ്ങളിപ്പോൾ പന്തളം നഗരസഭയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ NSS കോളേജിന്റെ മുൻവശത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഐതിഹാസികമായ ഒരു വിജയമാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ഈ BJP ഭരണ നേതൃത്വത്തിന്റെ കാലഘട്ടത്തിൽ ഈ അവസാന 3, 4, 5 വർഷങ്ങളിൽ അധ്യക്ഷ പദവിയെ ചൊല്ലി BJPയിൽ കലഹമുണ്ടാകുകയും ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും വരെ ഇടപെട്ട് അതിന് പരിഹാരം കണ്ട് അങ്ങനെ ആടി ഒലഞ്ഞു നിൽക്കുന്ന അവസരത്തിലായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത്. അത് തികച്ചും BJPയെ അത് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുളനട പഞ്ചായത്തിലെ BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കൂടിയായ അശോകൻ കുളനട ടൗൺ വാർഡിൽ, അതായത് കുളനട ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ പരാജയപ്പെട്ടെന്നുള്ള ഒരു വാർത്തയും ഇതിനോടൊപ്പം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ സമസ്ത മേഖലയിലും UDFന് ആധിപത്യം പുലർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ്. അതായത് UDFന്റെ ജില്ലാ പഞ്ചായത്തിൽ 17 സീറ്റുകളിലും ഇപ്പോൾ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് 15 സീറ്റിലും UDF മുന്നോട്ട് വരികയാണ്. അതുപോലെ തന്നെ നഗരസഭയിൽ പത്തനംതിട്ട നഗരസഭയിലെ നമ്മളിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ 17 സീറ്റിലും 15 സീറ്റിലും UDFും, അങ്ങനെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വ്യത്യാസമില്ലാതെ സമസ്ത മേഖലയിലും UDFന്റെ ഒരു മേധാവിത്വമാണ്. അതായത് പത്തനംതിട്ട ജില്ല കഴിഞ്ഞ കാലങ്ങളിൽ UDFിൽ നിന്നും പിന്നോട്ട് പോയെങ്കിലും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വൻപിച്ച മുന്നേറ്റമാണ്. ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് DCC വൈസ് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ ഭാര്യയും പത്തനംതിട്ട നഗരസഭയിൽ അഡ്വക്കേറ്റ് A. സുരേഷ് കുമാർ 18, 19 വാർഡുകളിൽ ജയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നോമിനിയായിട്ട് വന്നിട്ടുള്ള ഫെന്നി അവിടെ തോറ്റുപോയിട്ടുണ്ട്. CPയിൽ നിന്നും രാജിവെച്ചിട്ടുള്ള പള്ളിക്കൽ ഡിവിഷനിലെ ശ്രീനാഥ് വി കുഞ്ഞമ്മ ഇപ്പോൾ തുടക്കത്തിൽ വോട്ടെണ്ണി ഇപ്പോൾ അല്പം മുമ്പിലായിരുന്നെങ്കിലും ഇപ്പോൾ 200 വോട്ടിന്റെ പിന്നിലാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ UDFന്റെ ഒരു സർവാധിപത്യമാണ് കാളിദാസ നമുക്ക് പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി പ്രസാദ് MJ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കുക. എന്തായാലും UDFന്റെ തേരോട്ടം ഇപ്പോൾ പത്തനംതിട്ടയിൽ കാണുന്നുണ്ട്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്ന A. പത്മകുമാറിന്റെ വാർഡിൽ BJP വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശബരിമല സ്വർണ്ണപ്പാളി വിഷയം തന്നെ മുന്നോട്ട് വെച്ച ഒരു പ്രചരണം. അത് മികച്ച രീതിയിൽ ഫലപ്രദമായിരിക്കുന്നു എന്നുള്ളത് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനിയിപ്പോൾ അറിയേണ്ടത് കണ്ണൂരിൽ LDF മുന്നിൽ എന്നുള്ള വാർത്ത ലഭിക്കുന്നു. കൊച്ചിയിൽ ഏതാണ്ട് ഭരണം ഉറപ്പിച്ചിരിക്കുന്നു UDF എന്നുള്ളതാണ്. 43 സീറ്റാണ്. തൊട്ടുപുറകെ 24 ഇടങ്ങളിൽ LDFുമുണ്ട്. തൃശ്ശൂരിൽ UDF 34, കോഴിക്കോട് 26, 22, അതായത് 26 ഇടങ്ങളിൽ LDF, 22 ഇടങ്ങളിൽ UDF. കണ്ണൂരിൽ UDF 32 ഇടങ്ങളിൽ UDF. തിരുവനന്തപുരത്ത് 39 സീറ്റുകളിൽ NDA, 20 ഇടത്ത് LDF. കുതിപ്പ് തന്നെ, NDA കുതിപ്പ് തന്നെ. തിരുവനന്തപുരം തിലകമണിയിക്കാനുള്ള തിരക്കിലാണ് NDA എന്നുള്ളത് ഇപ്പോൾ ഈ ഒരു ഫലം കാണുമ്പോൾ തോന്നുന്നു, അല്ലേ ഉണ്ണി?
തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് NDAക്ക് ഉള്ളത്. 39 എന്ന നിലയിലേക്കാണ് പോകുന്നത്. നമുക്ക് ചില അപ്ഡേറ്റുകൾ നോക്കാം. കോട്ടയത്ത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലും ജില്ലാ പഞ്ചായത്തിലുമൊക്കെ UDFന്റെ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിലെ തലശ്ശേരി നഗരസഭ, അവിടെ കാരായി ചന്ദ്രശേഖരൻ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി നഗരസഭ, അത് പാലക്കാട് ജില്ലയിലാണ്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ LDFന് ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നു. അവരവിടെ ഭരണം നിലനിർത്തിയിരിക്കുന്നു. അതേസമയം ചാലക്കുടി UDF അവരുടെ കോട്ട കാത്തിരിക്കുന്നു. ചാലക്കുടി നഗരസഭ ഭരണം അവർക്ക് തന്നെയാണ്. അതുപോലെ തെന്മല ഗ്രാമപഞ്ചായത്ത് ഭരണം LDFനാണ്, അവരത് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ കാളിദാസ് പറഞ്ഞതുപോലെ പത്മകുമാറിന്റെ വാർഡ് അവിടെ BJP ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാവുന്ന പോലെ തൃശ്ശൂർ കോർപ്പറേഷനിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കുന്നു. കൊല്ലം കോർപ്പറേഷനിൽ വൻ അട്ടിമറി. അവിടുത്തെ മുൻ മേയർ 2 മേയർമാർ തോറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ ഇത്തവണ അധികാരം പിടിക്കുന്ന നിലയിലേക്ക് UDF എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ മലപ്പുറം ജില്ല തൂത്തുവാരിക്കൊണ്ട് പോയിരിക്കുകയാണ് UDF എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയ്ക്ക് എല്ലായിടത്തും, എല്ലാ ബ്ലോക്കിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ഗ്രാമപഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വലിയ മുന്നേറ്റം ഈ പറയുന്ന മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ നഗരസഭ PV അൻവറിന്റെ സ്വന്തം നഗരസഭയാണ്. കഴിഞ്ഞ തവണ PV അൻവർ LDFലായിരുന്നു. അപ്പോൾ അങ്ങനെ അവർക്ക് അവിടെ ഭരണം കിട്ടി. പക്ഷേ ഇപ്പോൾ നിലമ്പൂർ നഗരസഭ UDFലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. നമുക്ക് ചില റിസൾട്ടുകളിലേക്ക് ഒന്ന് പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലെ പൂങ്കുന്നം വാർഡ് അവിടെ NDA ജയിച്ചിട്ടുണ്ട്. അവിടെ തുടക്കം മുതൽ NDA ലീഡായിരുന്നു. NDAയുടെ രഘുനാഥാണ് അവിടെ ജയിച്ചിട്ടുള്ളത്. കുട്ടൻകുളങ്ങര വാർഡിൽ അഞ്ജലി എന്ന സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. പാട്ടുരായ്ക്കൽ വാർഡ് അവിടെയും NDA മുന്നിലായിരുന്നു. അവിടെയും NDA ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. തൃശ്ശൂർ പെരിങ്ങാവ് വാർഡ് അവിടെ ഷാരി കിഷോർ കുമാർ ജയിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചാലിയാർ ഗ്രാമപഞ്ചായത്ത്, അത് മലപ്പുറത്താണ്. മലപ്പുറം ചാലിയാറിൽ ഇപ്പോൾ UDF അധികാരം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ 12ഓളം സീറ്റുകൾ നേടിയാണ് അവിടെ അവർ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ആലപ്പുഴയിൽ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഈ LDF ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. 37 ഇടത്താണ്. പക്ഷേ 13 ഇടത്ത് അവർക്ക് ഇത്തവണ കുറഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 13 കൂടുതലുണ്ടായിരുന്നിടത്ത് ഇത്തവണ അത് 13 എണ്ണം അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട കുളനട ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 15 വർഷമായി BJP ഭരിക്കുന്ന അവിടെ LDF 6 വാർഡുകളിൽ ലീഡ് ചെയ്യുന്നു എന്നിപ്പോൾ പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 15 വർഷമായി BJP ആണ് ഈ കുളനട ഗ്രാമപഞ്ചായത്തിൽ ഭരിക്കുന്നത്. അവിടെ ഇപ്പോൾ 6 വാർഡുകളിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. NDAക്ക് 2 വാർഡുകളിൽ മാത്രമാണ് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഏറ്റവും ഞെട്ടിച്ച ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. CPMനെ സംബന്ധിച്ച് കൊല്ലം കോർപ്പറേഷനിലാണ്. പക്ഷേ കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് മുന്നേറ്റമുണ്ട്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ 18 സീറ്റുകളിൽ 18 ഡിവിഷനുകളിൽ LDF മുന്നിലാണ്. 18 സീറ്റുകളിൽ അവിടെ LDF മുന്നിലാണ് എന്നുള്ളതാണ്. അതായത് അവിടെ LDFന് മുന്നേറ്റമുണ്ട്. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളുടെ മൊത്തത്തിലുള്ള കണക്കെടുക്കുമ്പോൾ 14ൽ 8ഇടത്തും ഇപ്പോൾ UDFന്റെ മുന്നേറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടുക്കി, അതുപോലെ തന്നെ കോട്ടയം ഒക്കെ, വയനാട് ജില്ലാ പഞ്ചായത്തൊക്കെ UDFന്റെ ഒപ്പം നിൽക്കുന്നു. മലപ്പുറം ഒപ്പം നിൽക്കുന്നു. പിന്നെ ഒരു മാറ്റമുള്ളത്, അല്ലെങ്കിൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് പറയുന്നത് നമ്മുടെ കാസർഗോഡാണ്. പക്ഷേ ഇപ്പോൾ അവിടെയും കൃത്യമായൊരു മേൽക്കൈ UDF നേടിയിരിക്കുന്നു. 10 സീറ്റുകളിൽ ഇപ്പോൾ 10 ഡിവിഷനുകളിൽ ഇപ്പോൾ UDF മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തിരുവനന്തപുരത്ത് അതിന്റെ ക്ലൈമാക്സിലേക്ക് വോട്ടെണ്ണൽ പോകുന്നു. ഇനി 24 വാർഡുകളാണ് ബാക്കിയുള്ളത്. 24 വാർഡുകളാണ് 101 ഇനി ഫലം അറിയാനുള്ളത്. ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ക്ലൈമാക്സ് ഇപ്പോൾ തന്നെ പറയാൻ കഴിയും. 42 സീറ്റുകളുമായി അവർ ഏറെ മുന്നിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഇതാ BJP പിടിക്കുന്നു, BJP അതെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതേസമയം എല്ലായിടത്തും സർവത്ര മേഖലയിലും വലിയ തിരിച്ചടി. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും LDFന്റെ മുന്നേറ്റം, കോർപ്പറേഷനിൽ LDFന്റെ മുന്നേറ്റം, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDFന്റെ മുന്നേറ്റം, അങ്ങനെ എല്ലായിടങ്ങളിലും UDFന്റെ മുന്നേറ്റം. ഇതാ 427 ഗ്രാമപഞ്ചായത്തുകളിൽ 427 ഇടത്ത് UDF ലീഡ് ചെയ്യുമ്പോൾ 366 ഗ്രാമപഞ്ചായത്തുകളിലാണ്
LDF-ന് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. 25ഇടത്ത് NDA ഉണ്ട്, 25ഇടത്ത് NDA ഉണ്ട്, 13ഇടത്ത് മറ്റുള്ളവരും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം പാലക്കാട് നഗരസഭയിൽ NDA ഭരണം തിരിച്ചു പിടിക്കുന്നു. അവിടെ 16 സീറ്റുകൾ. പാലക്കാട് അവരുടെ സിറ്റിംഗ് നഗരസഭയാണ്. അവിടെ ഇപ്പോൾ NDA തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരവും കൂടിയുണ്ട്. ഏതായാലും രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ ഒരു അട്ടിമറി ഇപ്പോൾ നടന്നിരിക്കുന്നത്, തിരുവനന്തപുരത്താണ്. ശ്രീലേഖ മാധ്യമങ്ങളെ കാണുന്നു. ഞാൻ പോയി ഒപ്പിട്ടിട്ട് വന്നിട്ട് മതിയോ? ശ്രീലേഖ ഒപ്പിട്ട് വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുള്ളതാണ്. എന്തായാലും ആ വിജയം മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്നുള്ളതാണ്. നമ്മൾ ആന്റണിയിലേക്ക് ചെല്ലുന്നു. ആന്റണി, UDF-ന്റെ ആധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. UDF ആ കുതിപ്പ് ഇപ്പോഴും അങ്ങനെ തുടരുന്നു. മലപ്പുറത്തൊക്കെ പരമാധിപത്യം, സർവാധിപത്യം, അത്രത്തോളം ആധിപത്യം എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തൂത്തുവാരിയിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിലെ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രാമപഞ്ചായത്തിൽ ആകെയുള്ളത് 2001 വാർഡുകളാണ്. 2001 വാർഡുകൾ ആകെയുള്ളിടത്ത് 877 UDF അവിടെ മുന്നേറിയിരിക്കുന്നു. 877 2001 വാർഡുകളിൽ 877 UDF ആണ്. LDF-ന് 245 അവിടെയുള്ളൂ. മറ്റുള്ളവർക്ക് 242. അത് സ്വതന്ത്രരാണ്. ഒരുപക്ഷെ LDF സ്വതന്ത്രരാവാം, UDF-ന്റെ സ്വതന്ത്രരാവാം. അത് അനുസരിച്ച് അത് മാറുകയും ചെയ്യും. ഏതായാലും ഇനിയിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ അവിടെ UDF-ന്റെ ഒരു സർവാധിപത്യം എന്ന് തന്നെ മലപ്പുറം ജില്ലയിൽ പറയാൻ കഴിയും. കാരണം 250 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ 187 വാർഡുകളിൽ UDF ആണ് അവിടെ മുന്നേറിയിരിക്കുന്നത്. LDF-ന് ഈ 250-ൽ 21ഇടത്ത് മാത്രമാണ് LDF-ന് മുന്നേറ്റമുള്ളത്. മറ്റുള്ളവർ 6, NDA-ക്ക് അവിടെ അക്കൗണ്ട് ഒന്നും തന്നെ ഇല്ല. അതേസമയം പഞ്ചായത്തിൽ അവർക്കൊരു 20 വാർഡുകളിൽ അവർ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത് ഉണ്ട്. ഇനിയിപ്പോൾ മുനിസിപ്പാലിറ്റികളിലേക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് വരുമ്പോൾ 33 ഡിവിഷനുകളാണ് അവിടെ ജില്ലാ പഞ്ചായത്തിലുള്ളത്. പക്ഷേ അവിടെ 33-ൽ 31 സീറ്റും UDF-നാണ്. ഒരു സീറ്റ് മാത്രമാണ് അവിടെ LDF-ന് ഉള്ളത്. മലപ്പുറത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ 309 വാർഡുകൾ, 505 മൊത്തം വാർഡുകളാണ് മുനിസിപ്പാലിറ്റികളിൽ അവിടെ ഉള്ളത്. മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് 505 വാർഡുകൾ ആണ് മലപ്പുറം ജില്ലയിൽ ആകെയുള്ളത്. അതിൽ 309 വാർഡുകളിലും UDF ആണ് വിജയിച്ചിരിക്കുന്നത്. ഇനി LDF-ലേക്ക് വരുമ്പോൾ LDF-ന് 80 മാത്രമാണ് അവിടെ ഉള്ളത്. ഈ 505-ൽ 80 വാർഡുകളിൽ മാത്രമാണ് LDF-ന് മുന്നേറ്റമുള്ളത്. ഇനി മറ്റുള്ളവർ അത് 67. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവർ LDF-ന്റെ സ്വതന്ത്രരാവാം, UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാം, അല്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികളാകാം, വിമതരാകാം. അങ്ങനെ അതിൽ മാറ്റമുണ്ടാകും. മുനിസിപ്പാലിറ്റികളിൽ 18 വാർഡുകളിൽ NDA മുന്നേറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ മലപ്പുറത്തിന്റെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. ഇനി പാലക്കാടേക്ക് പോയാലും പാലക്കാട് LDF-ന്റെ ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട് പക്ഷേ മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDF-ന് മുന്നേറ്റമുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ LDF ആണ് മുന്നിലുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF ആണ് മുന്നിലുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ LDF ആണ് മുന്നിലുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് UDF-ന് ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് പാലക്കാടത്തെ ഒരു റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 418 ഇടങ്ങളിലാണ് അവിടെ UDF-ന് വലിയ മുന്നേറ്റം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 74 183-ൽ 74 അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്തുകളിൽ
14 അവർക്ക് മേൽക്കൈ നേടാൻ കഴിഞ്ഞത്. അതേസമയം മുനിസിപ്പാലിറ്റികളിൽ 101 മുനിസിപ്പാലിറ്റികളിൽ നേട്ടം ഉണ്ടായി. കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ 22 അവർ മുന്നിട്ട് നിൽക്കുന്നത്. അതേസമയം LDF-നെ സംബന്ധിച്ച് അവർക്ക് വലിയ ആധിപത്യം ഗ്രാമപഞ്ചായത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മൾ കോഴിക്കോടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണേണ്ടത്. 434 സീറ്റുകളിലാണ് അവിടെ LDF-ന്റെ ഒരു ആധിപത്യമുള്ളത്. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 68 LDF മുന്നിട്ട് നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 13 മുനിസിപ്പാലിറ്റികളിൽ 83 മുന്നിട്ട് നിൽക്കുന്നു. 27 കോർപ്പറേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. അവർക്ക് ആകെയുള്ള ഒരു കോർപ്പറേഷൻ, ഏക കോർപ്പറേഷനാണ് വലിയ ആധിപത്യമുള്ളത്. ഇനി നോക്കുകയാണെങ്കിൽ മറ്റു ഈ NDA നോക്കുകയാണെങ്കിൽ 41 ഗ്രാമപഞ്ചായത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ 8 കോർപ്പറേഷനിൽ 12 ഇത് ഇനി അതേഴ്സ് മറ്റുള്ളവർ, അതായത് ഈ ആന്റണി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ LDF, UDF സ്വതന്ത്രം ഉൾപ്പെടെയുള്ള ആളുകൾ ജയിച്ച നോക്കുകയാണ് വാർഡുകൾ അല്ലെങ്കിൽ സീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 96 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 ജില്ലാ പഞ്ചായത്തുകളിൽ 1 മുനിസിപ്പാലിറ്റികളിൽ 21 കോർപ്പറേഷനിൽ 3 വിജയിച്ചിട്ടുള്ളത്. ഇനി വയനാട് വളരെ നിർണായകമായ ഒരു ജില്ല തന്നെയാണ്. നമുക്കറിയാം, വയനാട് UDF-ന് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയാണെന്ന് നമുക്ക് വിലയിരുത്തപ്പെടാം. പക്ഷേ തദ്ദേശത്തിൽ ചില ഘട്ടങ്ങളിലെല്ലാം തന്നെ LDF-ന് വലിയ പിന്തുണ നൽകുന്ന ഒരു ജില്ലയായിരുന്നു. എന്തായാലും ഇക്കുറി നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 241 UDF-ന്റെ മുന്നേറ്റം. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 44 ജില്ലാ പഞ്ചായത്തുകളിൽ 14 മുനിസിപ്പാലിറ്റികളിൽ 47 മുന്നിട്ട് നിൽക്കുന്നു. LDF നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 155 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 13 ജില്ലാ പഞ്ചായത്തുകളിൽ 3 മുനിസിപ്പാലിറ്റികളിൽ 38 മുന്നേറ്റം. NDA നോക്കുകയാണെങ്കിൽ 21 2 മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നു. മറ്റുള്ളവർ നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 29 ബ്ലോക്ക് പഞ്ചായത്തിൽ 2 സീറ്റ്, മുനിസിപ്പാലിറ്റികളിൽ 8 മുന്നിട്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് വയനാട്ടിലെ കണക്കുകൾ നോക്കിയാൽ വരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് കണ്ണൂരാണ്. എല്ലാ കാലവും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കണ്ണൂർ ജില്ല നോക്കുകയാണെങ്കിൽ അവിടെ ഒരു പൊതുചിത്രം നോക്കുകയാണെങ്കിൽ LDF ഗ്രാമപഞ്ചായത്തുകളിൽ 650 സീറ്റുകളിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ 97 സീറ്റുകളിലും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകളിൽ 17 മുനിസിപ്പാലിറ്റികളിൽ 155 മുന്നിട്ട് നിൽക്കുന്നു. കോർപ്പറേഷനിൽ 14 അവർ മുന്നിട്ട് നിൽക്കുന്നത്. UDF നോക്കുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 380 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 61 ജില്ലാ പഞ്ചായത്തുകളിൽ 8 മുനിസിപ്പാലിറ്റികളിൽ 92 കോർപ്പറേഷനിൽ 34 മുന്നിട്ട് നിൽക്കുന്നു. NDA ആകട്ടെ ഗ്രാമപഞ്ചായത്തുകളിൽ 26 അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിൽ 17 കോർപ്പറേഷനിൽ 4 മുന്നിട്ട് നിൽക്കുന്നു. മറ്റുള്ളവരാണെങ്കിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 33 ബ്ലോക്ക് പഞ്ചായത്ത് 2 ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം മുനിസിപ്പാലിറ്റിയിൽ 7 കോർപ്പറേഷനിൽ 1 മുന്നിട്ട് നിൽക്കുന്നു. ആ രീതിയിലാണ് കണ്ണൂരിലെ കണക്കുകൾ വരികയാണെങ്കിൽ. ഇനി അവസാനമായി കാസർഗോഡ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കാസർഗോഡ് നോക്കുകയാണെങ്കിൽ UDF 231 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ 39 സീറ്റുകളിൽ അല്ലെങ്കിൽ 39 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളിൽ 9 ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. മുനിസിപ്പാലിറ്റികളിൽ 46 മുന്നിട്ട് നിൽക്കുന്നത്. LDF ആവട്ടെ 220 സീറ്റുകളിൽ അല്ലെങ്കിൽ 220 പഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 39, ജില്ലാ പഞ്ചായത്ത് 8, മുനിസിപ്പാലിറ്റി 31. NDA ആകട്ടെ 139, ബ്ലോക്ക് പഞ്ചായത്ത് 11, ജില്ലാ പഞ്ചായത്ത് 1, മുനിസിപ്പാലിറ്റി 14. അങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. എന്തായാലും എല്ലാ മേഖലകളിലും നമുക്ക് ഈ പൊതുചിത്രം നോക്കുകയാണ് കാണേണ്ടത്. മിക്ക ജില്ലകളിലും അവിടെ വലിയൊരു ആധിപത്യം UDF നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വോട്ടെണ്ണൽ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനി 22 വാർഡുകൾ മാത്രമാണ് ഇനി തിരുവനന്തപുരം കോർപ്പറേഷനിൽ എണ്ണാനുള്ളത്. അവിടെ എല്ലാ 21 വാർഡുകളിലെ ഫലം ഏറെ നിർണായകമാകും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ഏതായാലും അവിടെ NDA അധികാരത്തിലേക്ക് എത്തുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി ഇതാ NDA അവിടെ അധികാരത്തിലേക്ക് എത്തുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി അവർ പ്രതിപക്ഷത്താണ്. ഇതാ അവിടെ NDA അധികാരത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൽ ആഞ്ഞു വീശിയിരിക്കുകയാണ് UDF-ന്റെ തരംഗം. കേരളത്തിൽ ആഞ്ഞു വീശിയിരിക്കുകയാണ് UDF-ന്റെ തരംഗം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നത് പോലെ രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും അതെല്ലാം കടന്നുകൊണ്ടിതാ LDF
എഫിന്റെ ആത്മവിശ്വാസം മൂന്നാമതൊരു സർക്കാർ വരുമെന്ന് LDF മുഖ്യമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് പറയുമ്പോൾ ഇതാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇതാ UDFന്റെ തരംഗം, UDFന്റെ കാറ്റ് ഇതാ ആഞ്ഞു വീശുന്ന കാഴ്ചയാണ് നമ്മൾ ഈ അവസാന നിമിഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. 4 കോർപ്പറേഷനുകൾ അത് കൊല്ലം, അതുപോലെ തന്നെ കൊച്ചി, അതുപോലെ തന്നെ തൃശ്ശൂര്, കണ്ണൂര് അടക്കമുള്ള കോർപ്പറേഷനുകൾ ഇതാ തിരുവനന്തപുരം UDF സ്വന്തമാക്കുമ്പോൾ ഇനി ഒരിടത്ത് മാത്രം LDFന് ലീഡുണ്ട്, അത് കോഴിക്കോട് കോർപ്പറേഷനിലാണ്. ഇനി മുനിസിപ്പാലിറ്റികളിലേക്ക് വന്നാൽ 55 UDF, ബാക്കി 27 മാത്രമാണ് LDFന് ലീഡുള്ളത്. 2 NDA ആണ്. അത് പാലക്കാട്, ഒന്ന് മനസ്സിലാക്കുന്നത് തൃപ്പൂണിത്തുറയിലുമാണ്. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് വന്നാൽ 8 ജില്ലാ പഞ്ചായത്തുകളിൽ മുന്നിലാണ് UDF എന്നുള്ളതാണ്. 6 LDFന് അവിടെ ലീഡുള്ളത്. NDAക്ക് ഒരു ഡിവിഷനിലും ജില്ലാ പഞ്ചായത്തുകളിൽ ലീഡില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വന്നാൽ 82 സീറ്റുകളാണ്. 82 UDF മുന്നേറുന്നത്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു. UDF 439 UDF മുന്നിൽ നിൽക്കുന്നത്. അത് 400 താഴെയാണ് LDFന്റെ ഒരു ലീഡ്, അതായത് 373 എന്നുള്ളതാണ്. 23 NDA ഉണ്ട്, 23 12 മറ്റുള്ളവരുണ്ട്. അത് ഈ 2020 അടക്കമുള്ള പ്രസ്ഥാനങ്ങളാണ്. 12 ഉള്ളത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത്, വയനാട് ജില്ലാ പഞ്ചായത്ത്, അതുപോലെ തന്നെ എറണാകുളം ജില്ലാ പഞ്ചായത്ത്, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അടക്കം UDFന്റെ മുന്നേറ്റം ഉണ്ടാകുമ്പോൾ ആലപ്പുഴയിൽ അവിടെ LDFനാണ് വലിയ മുന്നേറ്റം. കാസർഗോഡ് 8-9, അതായത് UDFന് 9, LDFന് 8 എന്ന നിലയിലാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ 16 തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ ഇപ്പോൾ LDF മുന്നേറി നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു നമ്മൾ കോർപ്പറേഷനിലേക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഫോക്കസ് ചെയ്തു പോകുന്നത്. അവിടെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. നമുക്ക് തിരുവനന്തപുരത്ത് ഒരു പൊതുചിത്രം എടുത്താൽ തിരുവനന്തപുരത്ത് LDFന് വലിയ മുന്നേറ്റമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അവിടെ കോർപ്പറേഷൻ വിട്ടുകഴിഞ്ഞാൽ പ്രാദേശിക തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തദ്ദേശത്തിൽ മറ്റ് പഞ്ചായത്തുകളിലും അടക്കം വലിയൊരു മുന്നേറ്റം LDFന് അവിടെ ഉണ്ട്, തിരുവനന്തപുരത്ത് ഉണ്ടെന്നതാണ് കാണേണ്ടത്. LDFന്റെ പഞ്ചായത്തുകൾ അവിടെ 414 ഇടങ്ങളിലാണ് LDFന്റെ മുന്നേറ്റം എന്ന് പറയുന്നത്. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ 70 ഇടങ്ങളിൽ മുന്നേറ്റം, ജില്ലാ പഞ്ചായത്തുകളിൽ 15 മുനിസിപ്പാലിറ്റികളിൽ 86 മുന്നേറ്റം. അത് ബഹുദൂരം മുന്നിലാണെന്ന് പറയണം. 2ാം സ്ഥാനത്ത് UDF ആണ്. അപ്പം നമ്മൾ കോർപ്പറേഷൻ വിട്ടുകഴിഞ്ഞാൽ അവിടെ 2ാം സ്ഥാനത്ത് ഇപ്പോൾ UDF തന്നെയാണ്. 335 സീറ്റുകളിൽ മുന്നേറ്റം ഗ്രാമപഞ്ചായത്തുകളിൽ, അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ബഹുദൂരം മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്നു. UDF ആഞ്ഞടിച്ചിരിക്കുന്നു. UDF അലയടിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാനത്തെങ്ങും അങ്ങനെ ആഞ്ഞു വീശുകയാണ്. നമ്മൾ കാസർഗോഡേക്കൊന്ന് പോകുന്നു. ജോസഫെ, സംസ്ഥാനത്തെങ്ങും UDF തരംഗം. കാസർഗോഡിന്റെ സ്ഥിതി, അവിടെ UDFന് അത്ര മേൽക്കൈ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് അവിടുന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ? കാളിദാസ്, നിലവിൽ സാഹചര്യങ്ങൾ മാറി മറിയുകയാണ്. UDFന് അനുകൂലമായാണ് ഇപ്പോൾ ലീഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF ക്രമാനുഗതമായി ലീഡ് ഉയർത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 14 ഇടങ്ങളിൽ UDF മുന്നേറുന്നുണ്ട്. 11 ഇടങ്ങളിലാണ് LDF മുന്നേറുന്നത്. 10 ഇടങ്ങളിൽ NDA മുന്നേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ തവണ 4 മാത്രമായിരുന്നു NDAക്ക് ഭരണമുണ്ടായിരുന്നത്. അതിൽ നിന്ന് 6 പഞ്ചായത്തുകളുടെ ഭരണം NDA പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വാശിയേറിയ പോരാട്ടം നടന്നിരുന്നു. കഴിഞ്ഞ തവണ 7-7 ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടി LDF ഇത്തരത്തിൽ ഭരണം പിടിക്കുകയായിരുന്നു. ഇത്തവണ സ്ഥിതി മാറി വരുന്നു. അധികം ചേർത്ത ഈ വാർഡിൽ പോലും LDFന് നിൽക്കക്കളിയില്ലാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ 8 സീറ്റിൽ 9 സീറ്റിലേക്ക് UDF ലീഡ് നില ഉയർത്തുന്നു. 6 സീറ്റിലേക്ക്
ഈ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. മാത്രമല്ല NDA അവരുടെ സീറ്റ് അതേപോലെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4ഇടത്ത് LDF ലീഡ് ചെയ്യുന്നു, 2ഇടത്ത് UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 ടേം, അതായത് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ 10 വർഷത്തോളമായിട്ടുള്ള ഭരണം അത് LDF-ന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. നിലവിലെ കണക്കുകൾ അനുസരിച്ച് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഭരണം നഷ്ടപ്പെടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ടത് ലീഗിന്റെ കോട്ടയായ കാസർഗോഡ് നഗരസഭയിൽ ലീഗ് ഭരണം നിലനിർത്തിയിരിക്കുന്നു, UDF ഭരണം നിലനിർത്തിയിരിക്കുന്നു. 24 സീറ്റുകൾ പിടിച്ചാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്നത്. BJPക്ക് ഉണ്ടായിരുന്ന 2 സീറ്റുകൾ കൂടി നഷ്ടപ്പെട്ടു. അങ്ങനെ 14 സീറ്റിൽ നിന്ന് 12 സീറ്റിലേക്ക് BJP ഒതുങ്ങേണ്ടി വന്നു. ലീഗിൽ നിന്ന് വിമതരായി മത്സരിച്ച 2 പേർ കൂടി ഇതിൽ വിജയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല LDF-ന് നേരത്തെ 1 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്, വർഷങ്ങളായിട്ട് 1 സീറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ സീറ്റിൽ നിന്ന് ഒരു സീറ്റിന്റെ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണ 21 സീറ്റായിരുന്നു ലീഗിനുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ 2 സീറ്റ് കൂടി വർദ്ധിപ്പിച്ച് 24 സീറ്റിന്റെ ഭൂരിപക്ഷമായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ പോരാട്ടം തന്നെയാണ് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലേക്ക് നടന്നത്. ഈ ലീഗ് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിലേക്കും കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്തിൽ UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. മറ്റ് 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലും LDF ലീഡ് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് സൂചിപ്പിച്ചതുപോലെ തന്നെ NDA 10 പഞ്ചായത്തുകളിലെ ഭരണം പിടിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല മഞ്ചേശ്വരത്തും ബോർക്കാടി പഞ്ചായത്തിലും ഈ 2 പഞ്ചായത്തുകളിൽ SDPIക്കും സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ആർക്കും കേവല ഭൂരിപക്ഷമില്ല. SDPയുടെ പിന്തുണയോടുകൂടി ഒരു ഭരണസമിതി ഉണ്ടാക്കാനേ ഇരു മുന്നണികൾക്കും സാധ്യമാകുകയുള്ളൂ. എന്തായാലും ശക്തമായ മത്സരത്തിൽ കാസർഗോഡ് ജില്ലയിൽ UDF-ന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. CPM-ന്റെ ഉരുക്കു കോട്ടകളിൽ പോലും വിള്ളലുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ചെമ്മനാട് പഞ്ചായത്തിന്റെ ഭരണവും UDF-ന് ലഭിച്ചിട്ടുണ്ട്. അവിടെ വലിയ രീതിയിലുള്ള മൃഗീയ ഭൂരിപക്ഷമാണ് ഈ UDF-ന് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള സീറ്റുകളൊന്നും തന്നെ ലീഗിനെ കൈവിട്ടിട്ടില്ല, UDF-നെ കൈവിട്ടില്ല. കഴിഞ്ഞ തവണത്തെ എല്ലാ സീറ്റുകളും നിലനിർത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാത്രമല്ല BJPയുടെ കയ്യിലും LDF-ന്റെ കയ്യിലും ഉണ്ടായിരുന്ന സീറ്റുകൾ അധികമായി പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായ ഒരു വിജയം കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ തവണ 19 ജില്ലാ ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ അതിന്റെ നില ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുകയാണ്. 13 താഴെ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതേസമയം കോൺഗ്രസിന് നേരത്തെ 11 സീറ്റുകൾ 11 ഭരണമുണ്ടായിരുന്നിടന്ന് 20ലേക്ക് എത്തുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പോരാട്ടം BJP-നെ സംബന്ധിച്ചിടത്തോളം 4 ഇടത്ത് ഭരണമുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 10 സ്ഥലത്തേക്ക് ഭരണം വ്യാപിപ്പിക്കാൻ സാധിക്കുന്നു. 2 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തൂക്ക് അല്ലെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരം മാറി മറിയുന്ന സ്ഥിതിയാണ്. പല ഡിവിഷനിലും നേരിയ ഭൂരിപക്ഷം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രവചനാതീതമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാളിദാസ്. കാസർഗോഡ് UDF മേൽക്കൈ നേടിയിരിക്കുന്നു. ഒപ്പം NDAയും അവിടെ വലിയ രീതിയിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി UDF കേരളത്തിൽ അലയടിക്കുകയാണ്. സെമിഫൈനലിൽ കൈക്കരുത്ത് കാട്ടിയിരിക്കുന്നു UDF എന്നുള്ളതാണ്. ഉണ്ണി, ഈ സെമിഫൈനൽ UDF-നൊപ്പമാണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാകുന്നു. ഇനിയിപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഫൈനലിലേക്ക് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ള സാധ്യതകൾ കൂടി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാളിദാസ്, തീർച്ചയായും ഇനി അവസാന നിമിഷത്തിലേക്ക് വരികയാണ് വോട്ടെണ്ണൽ. അതിന് വരുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ അത് അവസാന നിമിഷം ചില മാറിമറിയലുകളെല്ലാം തന്നെ ഉണ്ടാകും. പക്ഷേ UDF-നെ സംബന്ധിച്ച് വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്തായാലും അവിടെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് പല കാര്യങ്ങളും. എന്തായാലും ആ നിലയ്ക്ക് തന്നെയാണ് ഉണ്ടാകുന്നത്. എന്തായാലും കിഴക്കമ്പലം നമ്മൾ നോക്കുകയാണെങ്കിൽ 2020-ക്ക് ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് കിഴക്കമ്പലം എന്ന് പറയുന്നത്. അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിലാണ് വരുന്നത്. 2020-യും അതോടൊപ്പം തന്നെ ഐക്യമുന്നണി 6 സീറ്റുകൾ വീതം അവിടെ ഉണ്ട് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. ആ രീതിയിലാണ് ഉള്ളത്. അതോടൊപ്പം കുന്നത്തുനാട് അവിടെ UDF ഭരണത്തിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് പറയുന്നത്. ആ രീതിയിൽ 2020-ക്ക്